തുളുനാടൻ മണ്ണിലെ നാടുവാഴിത്വത്തിന്റെ ചരിത്രശേഷിപ്പുകളായി ശവകുടീരങ്ങളായ ദുപ്പകൾ വയലുകളിൽ ഇന്നും ശേഷിക്കുന്നു. കാസർഗോഡ് ആദൂർ വില്ലേജിലാണ് ദുപ്പെ അഥവാ ഗോരികൾ എന്ന പേരിലുള്ള നിർമ്മിതികൾ ചരിത്ര കൗതുകമായി ബാക്കി നിൽക്കുന്നത്. വയലുകളിൽ കാണുന്ന സമചതുര സ്തംഭാകൃതിയിലുള്ള നിർമ്മിതികൾ പുതുതലമുറയ്ക്ക് കൗതുക കാഴ്ചയാണ്. എന്നാൽ ചരിത്ര പ്രാധാന്യമുള്ള ശവകുടീരങ്ങളാണ് ഇവയെന്ന് അധികമാർക്കും അറിയില്ല. തുളുനാടൻ മണ്ണിൽ 17-ാം നൂറ്റാണ്ടിൽ കുമ്പളസീമയിൽ നിന്ന് ഭരണം പിടിച്ചെടുത്ത ബലാക്കൻ വിഭാഗക്കാരായ നാട്ടുരാജാക്കന്മാരെ സംസ്കരിച്ച ഇടങ്ങളിലാണ് ദുപ്പകൾ അഥവാ ഘോരികൾ എന്നറിയപ്പെടുന്ന ഈ കുടീരങ്ങൾ. ആദൂർ വില്ലേജിലെ മല്ലാവര ക്ഷേത്രത്തിന് സമീപത്തെ വയലുകളിലായി 4 ദുപ്പകൾ ഇന്നും കാണാം. മുകൾ ഭാഗം താഴികക്കുടം ആകൃതിയിൽ നിർമ്മിച്ചിട്ടുള്ള ദുപ്പയുടെ മധ്യത്തിൽ വായുസഞ്ചാരത്തിനായി 4 ഇഞ്ച് വിസ്തീർണമുള്ള ദ്വാരങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ദൂപ്പ എന്നറിയപ്പെടുന്ന ഒരു കാലത്ത് നടുവായികളുടെ സ്മാരകങ്ങളുടെ മുന്നിലാണ് നിൽക്കുന്നത്. 17-ാം നൂറ്റാണ്ടിൽ ഈ പ്രദേശം ഭരിച്ചിരുന്ന ഇക്കെ നായക്കന്മാരുടെ കൂടെ ചേർന്നുകൊണ്ട് തന്നെ കുമ്പളസൂമയിൽ നിന്നും പിടിച്ചടക്കിയ സ്ഥലത്താണ് ഈ ദൂപ്പകൾ നിലനിൽക്കുന്നത്. മരണശേഷം മരണപ്പെട്ട നാടുവാഴികളുടെ പ്രതീകമായിട്ടാണ്, അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് സമചതുര സംഭാകൃതിയിൽ ദുപ്പ നിർമ്മിച്ചിട്ടുള്ളത്. ഈ ദുപ്പകളുടെ ഇന്നും നശിപ്പിക്കപ്പെടാതെ നിൽക്കാൻ വേണ്ടി കാരണം പിന്നീട് ഇവിടം കൈയടക്കിയ ബൺ സമുദായക്കാർ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇത് പൊളിക്കാതെ നിലവയിലായിട്ട് പോലും അതൊരു സ്മാരകമായിട്ട് നിലനിർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. മരണമടഞ്ഞ നാട്ടുരാജാക്കന്മാരുടെ ചിതാഭസ്മത്തിന്മേലാണ് ഇവ നിർമ്മിക്കുന്നത്. 300 വർഷത്തിലേറെ പഴക്കമുള്ള ദുപ്പകളാണ് ബലാക്കന്മാരുടെ അപ്രമാദിത്വത്തിന്റെ അടയാളപ്പെടുത്തലായി ബാക്കി നിൽക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.